അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത ഹീലതി അദ്രിക്നി യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവെക്കുന്ന വിഷയം മനുഷ്യൻ്റെ മനസ്സ് കടുത്തു പോകുന്നതിനുള്ള കാരണം എന്താണ്? ഹൃദയം അള്ളാഹുവിൻ്റെ ഓർമ്മകളിൽ നിന്ന് മാറുമ്പോഴാണല്ലോ മനുഷ്യൻ്റെ മനസ്സ് വഴിമാറി സഞ്ചരിക്കുന്നത്. ദൈവികമായ ഒരു സ്മരണ മനുഷ്യൻ്റെ ഹൃദയത്തിലുണ്ടാകുമ്പോൾ ആ മനുഷ്യൻ്റെ ഹൃദയം, അവൻ്റെ ആത്മാവ് അള്ളാഹുവിനെ ബന്ധപ്പെട്ടിരിക്കും. നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ആവേശവും ഒരു താല്പര്യവും അവനുണ്ടായിക്കൊണ്ടിരിക്കും. എന്നാൽ ആ ഒരു ചിന്തകളിൽ നിന്ന് മനുഷ്യഹൃദയം മാറി സഞ്ചരിക്കുമ്പോൾ തെറ്റുകളോടാണ് താല്പര്യം വരിക. തെറ്റായ പ്രവർത്തനങ്ങളോട് താല്പര്യവും തെറ്റ് ചെയ്യുന്നതിനുള്ള ആവേശവും വരും. തെറ്റ് ചെയ്യുന്നതിന് ഒരു പ്രത്യേക മടിയൊന്നും ഉണ്ടാവുകയും ഇല്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസിൻ്റെ അർത്ഥങ്ങളിലേക്ക് നമ്മൾ കടന്നാൽ, ഹൃദയം കടുത്തു പോകുന്നതിനുള്ള ഒരു ഉദാഹരണം, ആവശ്യമില്ലാത്ത സംസാരങ്ങൾ മനുഷ്യൻ സംസാരിക്കുന്ന സമയത്ത് അവൻ്റെ ഹൃദയം കടുത്തു പോകുമെന്ന് ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ രേഖപ്പെടുത്തുന്നൊരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കാൻ, ലാ തുക്സിറുൽ കലാമ ബിഗൈരി ദിക്രില്ലാ, അള്ളാഹുവിൻ്റെ സ്മരണയല്ലാത്ത ഒരു സംസാരം നിങ്ങൾ അധികരിപ്പിക്കാൻ പാടില്ല. ലാ തുക്സിറു, നിങ്ങൾ അധികരിപ്പിക്കരുത്. കാരണം സംസാരിക്കുന്നതൊക്കെ ദിക്റാക്കാൻ നമുക്ക് പ്രയാസം വരും. എന്നാൽ അധികരിപ്പിക്കാൻ പാടില്ല. ആവശ്യത്തിന് സംസാരിക്കണം, അല്ലെ അത്യാവശ്യത്തിന് സംസാരിക്കണം. കാരണം ഫഇന്ന കസറത്തൽ കലാമി ബിഗൈരി ദിക്രില്ല, അള്ളാഹുവിൻ്റെ ദിക്റല്ലാത്ത സംസാരങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് അത് ഖസ്വത്തുൽ ലിൽ ഖൽബി, ഹൃദയത്തിനിക്കുള്ള ഒരു കാഠിന്യമാണ്, ഹൃദയകാഠിന്യമാണ്. ഹൃദയം കടുത്തു പോകാനുള്ള ഒരു സാഹചര്യം വരികയാണ്. وإن أبعد الناس من الله تعالى القلب القاسي. وإن أبعد الناس, ജനങ്ങളിൽ നിന്ന് ഏറ്റവും വിദൂരത്തായവൻ, മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്ന്, അൽ ഖൽബുൽ ഖാസി, ഹൃദയം കടുത്തവനാണ്. അപ്പോൾ ഹൃദയം കടുത്തവൻ അള്ളാഹുവിനോട് എത്രയോ വിദൂരത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഈ ഹദീസ് എത്രമാത്രം വ്യക്തമാണ്. അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. ഇമാം തിർമുദിയും ബൈഹഖിയും രേഖപ്പെടുത്തുന്നുണ്ട് ഈ ഹദീസ്. കാരണം സംസാരം
വർദ്ധിപ്പിക്കുക എന്നുള്ളതിൻ്റെ ഗൗരവം മനുഷ്യന്മാർ പലപ്പോഴും മനസ്സിലാക്കണില്ല എന്നുള്ളതാണ്. എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കണം, അതിൽ ഹറാമ് വരും, കുറ്റകരമായത് വരും, ഒക്കെ വരും. അതൊരു ഒരു ഒരു സമയം പോക്കായി, അതിലൊരു ഹോബിയായി, അതൊരു ആവേശമായി കാണുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അത് ഗൗരവമാണ് എന്നാണ് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത്. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം പറയുന്ന ഒരു ഉദ്ധരണിയും കൂടെ നോക്കൂ. ലാ തുക്സിറുൽ കലാമ ബിഗൈരി ദിക്രില്ല. ഈസാ നബി അലൈഹിസ്സലാം തൻ്റെ ജനങ്ങളോട് പറഞ്ഞതായി മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അവരുടെ മുവത്ത എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തിയ ഒരു ഉദ്ധരണിയാണ്. ഫതഖ്സൂ ഖുലൂബക്കും, ഫതഖ്സൂ, അപ്പോൾ നിങ്ങൾക്ക് കടുക്കും, ഖുലൂബക്കും, നിങ്ങളുടെ ഹൃദയങ്ങൾ. അള്ളാഹുവിൻ്റെ ദിക്റല്ലാത്ത സംസാരങ്ങൾ വർദ്ധിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങൾ കടുത്തു പോവുകയാണ്. ഇന്നൽ ഖൽബൽ ഖാസി ബഈദും മിനല്ലാഹ്. ഹൃദയം കടുത്തവൻ എന്ന് പറയുന്നത് അള്ളാഹുവിനോട് അകന്നവനാണ്. പക്ഷേ അവൻ നിങ്ങൾക്ക് അറിയില്ല. വലാകില്ലാ തഅലമൂൻ, നിങ്ങൾ അറിയൂല. അതുകൊണ്ട് ഈ വിഷയം വളരെ ഗൗരവമാണ് എന്നുള്ള കാര്യം നമുക്ക് ഓരോരുത്തരും മനസ്സിലാക്കണം. നമ്മൾ സംസാരിക്കുന്നത് മുഴുവനും സിക്റാകണം, വെറുതെ സംസാരിക്കരുത്. അത് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ സംസാരിക്കുമ്പോൾ അതിൽ നന്മയുണ്ടോ എന്ന് ഒന്ന് ആലോചിച്ചിട്ട് വേണം സംസാരിക്കാൻ. ഒരു നന്മയും ഇല്ലെങ്കിൽ നമ്മളത് സംസാരിക്കാൻ പാടില്ല. മാത്രമല്ല, കുറ്റത്തിലേക്ക് എത്തുമെന്ന് നമുക്ക് ധാരണയുണ്ടെങ്കിൽ ആ സംസാരം ഹറാമാണ്. നമ്മളാ പറയുന്നത് ഒരു കുഴപ്പത്തിന് കാരണമാണ്, അല്ലെങ്കിൽ ആളുകൾക്കിടയിൽ ഒരു ഭിന്നിപ്പിന് കാരണമാണ്, അല്ലെങ്കിൽ രണ്ടാൾ തമ്മിൽ ശണ്ട കൂടാൻ കാരണമാണ് എന്ന് തോന്നിയാൽ അത് സംസാരിക്കാൻ പാടില്ല. എന്നാൽ ദീനിൻ്റെ കാര്യങ്ങൾ പറയേണ്ടി വരും. ഇമാമുമാർക്ക്, അതുപോലെ കോടതിയിലെ ജഡ്ജിക്ക്, അങ്ങനത്തെ ആളുകൾ ചില കാര്യങ്ങൾ പറയേണ്ടതായിട്ട് വരും. അവരത് പറഞ്ഞതുകൊണ്ട് ചില ആളുകൾക്കൊക്കെ വെറുപ്പുണ്ടാകാനും സാധ്യതയുണ്ട്. കാരണം സ്വാഭാവികമാണ്. അത് കരുതി അവർ പറയാതിരിക്കാനും പാടില്ല, അതും കുറ്റമാണ്. ന്യായാധിപൻ, ഭരണാധികാരി എന്നൊക്കെ പറയുന്നത് അവർ സത്യമായി പറയണം, ഇല്ലെങ്കിൽ അവരതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടും പരലോകത്ത് എന്നുള്ളതാണ് മതം പഠിപ്പിക്കുന്നത്. നാം പറയുന്നത് സാധാരണക്കാരായ ആളുകൾ, ഒരു കാരണമില്ലാത്ത ആളുകൾ വെറുതെ സംസാരിച്ചിരിക്കുമ്പോൾ അത് പരദൂഷണവും അതുപോലെ നമീമത്തും കളവും ആരോപണവും ഒക്കെ ആകാൻ സാധ്യതയുണ്ടല്ലോ. അതുകൊണ്ട് അതിൽ മാറി നിൽക്കണമെന്നുള്ളതാണ്. നാവ് എപ്പോഴും ദിക്ർ ചൊല്ലുന്നതിലേക്ക് അടുപ്പിക്കണം എന്നതാണ് നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി അവരുടെ മദ്ഹ് എവിടെയോ വായിച്ചതായിട്ട് ഓർമ്മ വരുന്നുണ്ട്. അവരങ്ങാടിയിലൂടെ നടന്നു പോകുന്ന സമയത്ത് വായിൽ ഒരു കല്ല് വച്ചിരുന്നു എന്നാണ്. അപ്പോൾ ആരോ ചോദിച്ചു, എന്തിനാണ് അങ്ങനെ അവർ കല്ല് വെച്ചത്? അപ്പോൾ അവർ പറഞ്ഞത്, അങ്ങാടിയിലൂടെ പോകുമ്പോൾ ആളുകൾ പല കാര്യങ്ങളും സംസാരിക്കും. അപ്പോൾ ചിലപ്പോഴൊക്കെ നമ്മളതിൽ ഇടപെടേണ്ടി വരും. നമ്മൾ ഇടപെടുമ്പോൾ അത് ഒരു തെറ്റായി നമ്മളെ അമൽ കൂടെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തും. അതില്ലാതിരിക്കാനാണ് എന്ന്. യഥാർത്ഥത്തിൽ മിണ്ടാതിരിക്കൽ തന്നെ ചിലപ്പോൾ ദിക്റായിട്ട് വരുന്നുണ്ട് എന്നും കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവണം എന്ന് എല്ലാവരോടുമായിട്ട് പങ്കുവെക്കുന്നു. ഉപദേശിക്കാൻ അർഹനല്ല, എല്ലാവരോടുമായി പങ്കുവെക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെയൊക്കെ ദുആകളിൽ എന്നെയും ഉൾപ്പെടുത്തണം. മാത്രമല്ല, ഇതൊക്കെ നല്ല അറിവുകളാണ്.
നിങ്ങൾ ഇത് ഷെയർ ചെയ്യണം, കുറേ ആളുകളിലേക്ക് ഇത് എത്തണം. അവർക്കതിൻ്റെ ഉപകാരം കിട്ടുമ്പോൾ ഷെയർ ചെയ്ത ഓരോരുത്തർക്കും, ഇത് പറഞ്ഞ ഓരോരുത്തർക്കും അതിൻ്റെ പ്രതിഫലം ലഭിക്കുകയാണ്. ഒരു പക്ഷേ അതുകൊണ്ട് തന്നെ നമുക്കൊരുപാട് ഹൈർ ലഭിച്ചേക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാവരോടും സല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉദയകാല